ഹായ് ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യ ഫോഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. ARO ട്രിവാൻഡ്രത്തിൻ്റെ ARO കാലിക്കറ്റിൻ്റെ ഇപ്പം പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ARO ട്രിവാൻഡ്രത്തിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് കുറേ ഡൗട്ട് ചോദിച്ചു. അതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു റാലിക്ക് പോകുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ എങ്ങനെ എടുക്കാമെന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഈ ഒരു റാലി പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ കൊണ്ടുപോകണം, ഫിസിക്കലിന് പോകുമ്പോൾ ആ കാര്യവും, പിന്നെ അതുപോലെ തന്നെ ഫുഡ് എന്തെങ്കിലും എക്സ്ട്രാ എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ആർമീൻ്റെ സൈറ്റിൽ കയറുക. ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോർട്ടൽ ഓണാവും. അതിനകത്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡേറ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ റാലിയുടെ ഡേറ്റ് ആ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 11 ജനുവരി 2021 മുതൽ 21 ജനുവരി 2021 വരെയാണ് ഈ ഒരു റാലി നടക്കുന്നത്. ആദ്യത്തെ ഡേറ്റുകളിൽ GDക്കാണ്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദിവസങ്ങളിൽ ക്ലർക്കിനുമാണ്. അങ്ങനെയാണ് ഈ ഒരു റാലിക്ക്. അപ്പോൾ ഈ ഒരു റാലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിറ്റ് കാർഡ്, ഒറിജിനൽ അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ 10th 12th നമ്മുടെ 10th 12th സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, അപ്പോൾ അത് ഒറിജിനൽ കൊണ്ടുപോകണം. പിന്നെ അതുപോലെ തന്നെ ടി സി ഉണ്ടെന്നുണ്ടെങ്കിൽ TC, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കോളേജിലാണെന്നുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുകയാണ് എന്നുള്ളൊരു ബോണഫൈഡ്. പിന്നെ അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ ഒട്ടിച്ചതാണ്, തഹസിൽദാറിൽ നിന്ന് മേടിക്കേണ്ടതാണ്. പിന്നെ ആധാർ കാർഡ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഫോട്ടോസാണ് അവർ പറയുന്നത്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും നമ്മളടുത്ത് 15ഓളം ഫോട്ടോസ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ടുപോകാം. പിന്നെ അതുപോലെ തന്നെ NCCയോ സ്പോർട്സോ റിലേഷനോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കയ്യിലെടുക്കുക. പിന്നെ അഫിഡവിറ്റ് കൊണ്ടുപോകണം. അഫിഡവിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ മതി, ഈ ഒരു അഫിഡവിറ്റിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അത് കൊണ്ടുപോകും. പിന്നെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് ലേസർ പ്രിൻ്റ് ഔട്ട് ആയിരിക്കണം. ലേസർ പ്രിൻ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അവർ പറയുന്നത്, കളർ പ്രിൻ്റ് അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പറയുന്നത്. അത് കൊണ്ടുപോകുക. പിന്നെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് അതിനെ ഫോൾഡൊന്നും ചെയ്യാതെ കൊണ്ടുപോകാം. അപ്പോൾ ഇത്രയാണ് ഡോക്യുമെൻറ്റ്സ് റാലിക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട. പിന്നെ നമുക്ക് ഈ ഒരു ഇന്ത്യൻ ആർമി റാലിക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് മൊത്തത്തിൽ വേണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റാലിയുടെ ഡേറ്റ് ഒരുപാട് അടുത്തായിട്ട് വന്നിട്ടുണ്ട്. 11 മുതൽ 21 വരെ എന്ന് പറയുന്നത് വളരെ അടുത്താണ്. അപ്പോൾ ഈ ഒരു റാലിയുടെ റണ്ണിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1.6 കിലോമീറ്ററാണ്. 5 minutes 45 ആണ് നിങ്ങളുടെ മാക്സിമം ടൈം. അപ്പോൾ ഈ ഒരു റാലിക്ക് റണ്ണിങ് എങ്ങനെ നിങ്ങൾക്ക് പാസ്സാവാം, എക്സലൻ്റ് എന്നുള്ളൊരു കാര്യമല്ല, നിങ്ങൾക്ക് എങ്ങനെ പാസ്സാവാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസിലുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഫുഡ്, എന്തൊക്കെയാണ് ഫുഡ് കഴിക്കേണ്ടത്, ഡയറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അത് കാണുക. പിന്നെ അതുപോലെ തന്നെ വേറെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു എക്സാമിനാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്ലാസ്സസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന് ലിങ്ക് ഞാൻ എൻറോൾ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഈ ഒരു സോൾജിയർ GDയുടെ എക്സാമിന് വേണ്ടി. റാലിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ടൈം 5 മണിയാണ്. പാങ്ങോട് കുളച്ചൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അപ്പോൾ ഈ ഒരു 5 മണിക്ക് അവർ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങളൊരു 4-4:15 ആകുമ്പോഴേ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങണമെന്ന് നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 4:30 ആകുമ്പോൾ അവിടെ വരണം. കാര്യം മാസമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് കാണും. അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ചിൽ തന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ ബാച്ചിൽ തന്നെ ഓടാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾ നേരത്തെ വന്നാൽ ആദ്യത്തെ റോയിലോ സെക്കൻഡ് റോയിലോ നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ ട്രിക്ക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം. അതിന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് കയറി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.